നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഭൂമിശാസ്ത്രം എന്ന മേഖലയിൽ നിന്നും നദികൾ എന്ന പ്രത്യേക സെഗ്മെൻറ്റിലാണ്. കഴിഞ്ഞ ദിവസം നദീതട വ്യവസ്ഥയെപ്പറ്റി നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് നദികളെന്നും എന്താണ് നദീതടമെന്നും എന്താണ് ഈ നദീതടത്തിൻ്റെ പ്രാധാന്യമെന്നും എത്ര തരത്തിലുള്ള ഡ്രൈനേജ് സിസ്റ്റം അഥവാ നദീതട വ്യവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെ ഒഴുകുന്ന ദിശയുടെ അടിസ്ഥാനത്തിലുമെല്ലാം നമ്മൾ നദികളെ തരംതിരിച്ചിരുന്നു. അതിൽ പരമപ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടുന്നത് രണ്ട് തരം നദികളെക്കുറിച്ചാണ്. ഒന്ന് ഹിമാലയൻ നദികളും മറ്റൊന്ന് ഉപദ്വീപീയ നദികളുമാണ്. അതിൽ ഹിമാലയൻ നദികളെ എടുത്ത് പഠിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെക്കുറിച്ചാണ്. അതിൽ പരമപ്രധാനമായ ഒരു നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത്. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും യമുനയുടെയും ഇതര നദികളുടെയും ഒന്നും പ്രാധാന്യം കുറച്ച് പറയുന്നതല്ല. നമ്മുടെ നാടായ ഭാരതത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് ആ ഒരു പേര് ലഭിക്കുവാൻ കാരണമായത് ഏത് നദിയെന്ന് ചോദിച്ചാൽ ആ നദി സിന്ധു എന്ന നദിയാണ്. ആ സിന്ധു നദിയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. സിന്ധു നദി പക്ഷേ അറിയപ്പെടുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ജീവരേഖ അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ എന്ന പേരിലാണ്. പക്ഷേ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് ആ പേര് നൽകിയതും അതേപോലെ ചെന്ന് പതിക്കുന്ന സമുദ്രത്തിന് ഇന്ത്യൻ ഓഷ്യൻ എന്നുള്ള പേര് ലഭിക്കുവാൻ കാരണമായതും ഈ ഒരു നദിയാണ്, സിന്ധു എന്ന നദിയാണ്. അതുകൊണ്ട് സിന്ധു നദിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളെ വെറുതെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, നമുക്ക് പഠിച്ച് തന്നെ മനസ്സിലാക്കാം. അത് നമ്മുടെ സിന്ധു എന്ന് നമ്മൾ വിളിക്കുന്ന ഈ നദി സിന്ധു എന്ന് നമ്മൾ പറയുന്നു. സിന്ധു എന്ന പദത്തിന് സമുദ്രം എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടിയുണ്ട്. സിന്ധു എന്ന പദത്തിന് സമുദ്രം എന്ന് പറയുന്ന മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഇതൊരു സംസ്കൃത പദമാണ്. ഗ്രീക്ക് ഭാഷയിൽ ഇത് അറിയപ്പെടുന്ന പേര് സിന്തോസ് എന്നാണ്. സിന്തോസ് എന്ന പേരിലാണ് ഗ്രീക്ക് ഭാഷയിൽ ഇത് അറിയപ്പെടുന്നത്. ഗ്രീക്ക് ഭാഷയിൽ അറിയപ്പെടുന്ന സിന്തോസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അവരിവിടെ ഇൻഡോസ് എന്നും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ഇൻഡോസ് എന്നും സിന്തോസ് എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന സിന്ധു എന്ന നദി തന്നെയാണ്. ഇനി ലാറ്റിൻ ഭാഷയിൽ നോക്കിയാൽ ലാറ്റിൻ ഭാഷയിൽ ഇതറിയപ്പെടുന്നത് സിൻസ് എന്ന പേരിലാണ്. ലാറ്റിൻ ഭാഷയിൽ ഇതറിയപ്പെടുന്നത് സിൻസ് എന്ന പേരിലാണ്. ഈ നദി പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത് മറ്റൊരർത്ഥത്തിലാണ്. കാരണം നമുക്കറിയാം, ഒരു പൗരാണികത ഇവിടെ ഉണ്ടായിരുന്നു, ഒരു നാഗരികത ഇവിടെ ഉണ്ടായിരുന്നു. ആ നാഗരികത വളർന്ന് പന്തലിച്ചത് ഈ നദിയുടെ തീരങ്ങളിലായതിനാൽ ഈ നദീതടത്തിൻ്റെ പേരിലാണ് ആ ജീവിത സംസ്കാരം മുഴുവൻ അറിയപ്പെട്ടിരുന്നത്. ആ സംസ്കാരത്തിൻ്റെ പേരായിരുന്നു സിന്ധു നദീതട സംസ്കാരം എന്ന് നമ്മൾ വിശേഷിപ്പിച്ച ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതുമല്ല എന്നുണ്ടെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്ന് നമ്മൾ വിശേഷിപ്പിച്ച ഹാരപ്പൻ സിവിലൈസേഷൻ. അത് വളർന്ന് പന്തലിച്ചതും തകർന്ന നാമാവശേഷമായതുമെല്ലാം ഈ ഒരു നദീതടങ്ങളിലായിരുന്നു എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ്. അപ്പോൾ ക്രാഡിൽ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന സിന്ധു നദിയും അതിൻ്റെ തടവുമാണ്. എങ്കിൽ ഈ സിന്ധു നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിൽ നിന്നാണെന്ന് പൊതുവേ പറയുമെങ്കിലും ഹിമാലയത്തിൽ നിന്നല്ല, ഹിമാലയത്തിനും അപ്പുറത്ത് നിന്നാണ് ഇത് വരുന്നത്. ഹിമാലയ പർവ്വതം ഉണ്ടാവുന്നതിന് മുൻപ് നിലനിന്നിരുന്നൊരു നദീതട വ്യവസ്ഥയായിരുന്നു ഈ പറയുന്ന സിന്ധു നദീതട വ്യവസ്ഥ. അതുകൊണ്ട് ഇതിനെ നമ്മൾ സാധാരണഗതിയിൽ വിശേഷിപ്പിക്കുന്നൊരു പദപ്രയോഗമുണ്ട്. ആൻറ്റിസെഡൻറ്റ് റിവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആൻറ്റിസെഡൻറ്റ് റിവർ. ആൻറ്റിസെഡൻറ്റ് റിവർ എന്ന് വെച്ചാൽ പൗരാണികതയുള്ള നദീതട വ്യൂഹം, അല്ലെങ്കിൽ ഹിമാലയത്തിന് മുൻപ് നിലനിന്നിരുന്ന നദീതട വ്യൂഹം, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്നും ഒഴുകി ഹിമാലയം ഭേദിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന നദീതട വ്യൂഹം. ഇങ്ങനെ പല രീതിയിൽ നമുക്കത് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൻറ്റിസെഡൻറ്റ് റിവറാണ് സിന്ധു എന്ന് പറയുന്നത്. എങ്കിൽ ഈ സിന്ധു ഏത് രാജ്യത്ത് നിന്നുമാണ് ഹിമാലയത്തിനപ്പുറത്ത് നിന്നും വരുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഉത്തരം എന്ന് പറയുന്നത് തിബറ്റ് എന്ന് പറയുന്ന ഒരു പഴയ രാജ്യം. ഇപ്പോൾ അതിന് രാജ്യമായിട്ട് അധികം ആരും അംഗീകരിക്കുന്നില്ല. ചൈന കൈയടക്കി വെച്ചിരിക്കുന്നൊരു ഭൂപ്രദേശമായിട്ടാണ് തിബറ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ തിബറ്റിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഒരു നദിയാണ് എന്ന് നമ്മൾ പറയുന്നു. എങ്കിൽ വീണ്ടും നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരും, എങ്കിൽ തിബറ്റിൽ എവിടെ നിന്നും വരുന്നു? തിബറ്റിലുള്ള ഒരു പ്രദേശമാണ് മാനസ സരോവരം എന്ന് പറയുന്നൊരു ഹിമതടാകമുണ്ട്. ഒരു ഗ്ലേഷ്യർ അല്ലേ, ലേക്ക് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഹിമതടാകമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭൂപ്രദേശമാണ് മാനസ സരോവരം എന്ന് പറയുന്നത്. ആ മാനസ സരോവരത്തിനടുത്ത് ഒരു പർവ്വതനിരയുണ്ട്. ആ പർവ്വതനിരയുടെ പേരാണ് കൈലാസ പർവ്വതം എന്ന് പറയുന്നത്. അപ്പം മാനസ സരോവരത്തിനടുത്തുള്ള കൈലാസ പർവ്വതമുണ്ട്. ആ കൈലാസ പർവ്വതത്തിനടുത്ത് മറ്റൊരു മഞ്ഞ് മലയുണ്ട്, അല്ലെങ്കിൽ ഒരു മഞ്ഞുപാളിയുണ്ട്. ആ മഞ്ഞുപാളിയുടെ പേരാണ് ബൊഗാർച്ചു ഗ്ലേഷ്യർ എന്നാണ് അറിയപ്പെടുന്നത്. ബൊഗാർച്ചു ഗ്ലേഷ്യർ എന്ന് പറയുന്ന ഒരു ഹിമപ്പാളി. ആ ഹിമപ്പാളിയാണ് യഥാർത്ഥ
യഥാർത്ഥത്തിൽ സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനമെന്നാണ് പറയുന്നത്. അങ്ങനെ ബൊഗാർച്ചു ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ സിന്ധു നദി ഒഴുകി വരുമ്പോൾ ഇതിനെ പലപ്പോഴും പറയുന്നൊരു പേരുണ്ട്, സിംഘി കമ്പൻ എന്നാണ് പറയുന്നത്. സിംഘി കമ്പൻ, അതായത് ലയൺസ് മൗത്ത്, അതായത് സിംഹം അലറുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ സിംഹത്തിൻ്റെ അലർച്ച പോലെ ഒരു ഹുങ്കാര ശബ്ദത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഗർജന ശബ്ദത്തോടു കൂടിയായിരിക്കാം ഈ നദി ഒഴുകി വരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ നദി ഒഴുകി വരുന്ന ആ പ്രദേശത്ത് നമ്മളെന്ത് വിളിക്കുന്നത്, സിംഘി കമ്പൻ എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇത് തിബറ്റിൽ നിന്നും ഒഴുകി വന്ന് കയറുന്നത് എവിടെയാണ്, ഇന്ത്യയിലാണ്. അപ്പോൾ നമ്മളിവിടെ ഈ പടം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. പടം നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു പ്രദേശമാണ് നമ്മൾ പറഞ്ഞ മാനസ സരോവരം എന്ന് പറയുന്നത്. അത് തിബറ്റിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ തിബറ്റിൽ നിന്നും ഉത്ഭവിച്ച് ഇത് മുകൾ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ആദ്യം ഒഴുകുന്നത്. അങ്ങനെ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുമ്പോൾ ഇത് ചെന്ന് ചേരുന്നത് എവിടെയാണ്, നമ്മുടെ രാജ്യമായ ഇന്ത്യയിലാണ് ഇത് വന്നു ചേരുന്നത്. നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ വന്നു ചേരുന്നു. ഇന്ത്യയിൽ കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം മുൻപത് സംസ്ഥാനമായിരുന്നു, എന്നാൽ ഇപ്പോൾ അതെന്താണ്, കേന്ദ്രഭരണ പ്രദേശമാണ്. ജമ്മു കാശ്മീർ എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശവും അതേപോലെ തന്നെ ലഡാക്ക് എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഈ സിന്ധു നദി ഒഴുകുന്നത് കേന്ദ്രഭരണ പ്രദേശത്തിലൂടെയാണ്. ആ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശം. അപ്പോൾ ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിലൂടെ ഒഴുകുമ്പോൾ ആ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 പർവ്വത നിരകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചില്ലായിരുന്നോ, ട്രാൻസ് ഹിമാലയത്തെ പറ്റി പറഞ്ഞില്ലായിരുന്നു. പ്രധാനപ്പെട്ട ട്രാൻസ് ഹിമാലയൻ നിരകൾ എന്ന പേരിൽ ലഡാക്ക്, സസ്കർ, കാറക്കോറം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ. അതിൽ ലഡാക്കും സസ്കർ എന്ന് പറയുന്ന 2 നിരകളുണ്ട്, 2 പർവ്വത നിരകളുണ്ട്. ഈ 2 പർവ്വത നിരകളുടെ ഇടയിലൂടെയാണ് ഒഴുകുന്നത് ഈ പറയുന്ന സിന്ധു. അതുകൊണ്ട് തന്നെ ഈ സിന്ധു നദിയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്നൊരു നദിയെന്ന് വിശേഷിപ്പിക്കുന്ന റിഫ്റ്റ് വാലി. അവ 2 പർവ്വതങ്ങൾക്കിടയിലുള്ള ഇടുങ്ങിയ താഴ്വരയ്ക്ക് കൊടുക്കുന്ന പേരാണ് റിഫ്റ്റ് വാലി അഥവാ ഭ്രംശത്താഴ്വര എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു ഭ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് സിന്ധു എന്ന നദി. ആ ഭ്രംശത്താഴ്വര സൃഷ്ടിച്ചിരിക്കുന്നത് 2 പർവ്വത നിരകളാണ്. ആ പർവ്വത നിരകളുടെ പേരാണ് ലഡാക്ക് എന്നും സസ്കർ എന്നുമാണ്. അപ്പോൾ ലഡാക്ക് എന്നും സസ്കർ എന്നും പറയുന്ന ആ പർവ്വത നിരകൾക്കിടയിലൂടെ, അതായത് ഏകദേശം എന്താ, ഇത് സസ്കർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ലഡാക്ക് ആണെങ്കിൽ, കാറക്കോറം, ലഡാക്ക്, സസ്കർ, ആ സസ്കറിൻ്റെയും ലഡാക്കിൻ്റെയും ഇടയിലൂടെ ഒഴുകുന്നു. എവിടെ, ലഡാക്കിലൂടെ ഒഴുകുന്നു എന്നാണ് പറയുന്നത്. കേന്ദ്രഭരണ പ്രദേശത്തിലൂടെ ഒഴുകുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒഴുകുമ്പോൾ ഈ ലഡാക്ക് എന്നുള്ള പ്രദേശത്ത് വെച്ചിട്ട് ഹിമാലയത്തിൽ നിന്നുമുള്ള ചില ചെറിയ ചെറിയ നദികൾ ഈ സിന്ധുവിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. എങ്കിൽ സിന്ധുവിൻ്റെ ഭാഗമായി മാറുന്ന, സിന്ധുവിൽ ചെന്ന് പതിക്കുന്ന ഹിമാലയൻ പോഷക നദികൾ ഏതെല്ലാമെന്ന് നമ്മൾ അറിയണം അല്ലെ. ഹിമാലയൻ ട്രിബ്യൂട്ടറീസ് ഓഫ് ഇൻഡസ് ഏത് എന്ന് നമുക്ക് അറിയേണ്ടതാണ്, അത് പഠിക്കേണ്ടതാണ്. അവയുടെ പേരാണ് ഷയോക്ക്. നുംബ്ര എന്ന് പറയുന്ന ഒരു നദി കൂടിയുണ്ട്. ഷയോക്ക് മരണത്തിൻ്റെ നദി എന്ന പേരിലേക്ക് അറിയപ്പെടുന്നതാണ് ഈ ഷയോക്ക് അല്ലേ. ഇപ്പം നുംബ്ര എന്ന് പറയുന്ന നദി, ഷയോക്ക് എന്ന് പറയുന്ന നദി, ദ്രാസ് എന്ന് പറയുന്ന നദി, ജിൽജിത്ത് എന്ന് പറയുന്ന നദി, ഹൻസ എന്ന് പറയുന്ന നദി, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നദികൾ അല്ലേ. ഒരുപാട് നദികളുണ്ട്, നമ്മൾ 4 മാത്രമേ തൽക്കാലം എടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില നദികൾ സിന്ധുവിൻ്റെ പോഷക നദികളായിട്ട് മാറപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പോഷക നദികൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ അവയുടെ പേരാണ് ഷയോക്ക്, ജിൽജിത്ത്, ദ്രാസ്, ഹൻസ എന്നിവ. അങ്ങനെ ഇത് നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അഫ്ഗാനിസ്ഥാൻ എന്നുള്ള പ്രദേശമുണ്ട്. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബോർഡർ ഈ ഒരു മേഖലയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒഴുകി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഇത് അഫ്ഗാൻ്റെ ബോർഡറിനടുത്ത് കൂടിയാണ് ഒഴുകണത്. അപ്പോൾ അഫ്ഗാനിൽ നിന്ന് ഒരു നദി ഇതിൽ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ സിന്ധു നദിയുടെ പോഷക നദിയായിട്ട് വരുന്ന അഫ്ഗാനിലെ നദി ഏത് എന്ന് ചോദിച്ചാൽ അത് കാബൂൾ എന്ന് പറയുന്ന നദി. അപ്പോൾ കാബൂൾ എന്ന് പറയുന്ന നദി അഫ്ഗാനിൽ നിന്നും ഒഴുകി സിന്ധുവിലേക്ക് വരുന്നു. ഇവിടെ ഇങ്ങനെ വന്ന് കയറുന്നു സിന്ധുവിലേക്ക്. അപ്പോൾ സിന്ധുവിലേക്ക് വന്ന് കയറുന്ന ഈ അഫ്ഗാൻ പോഷക നദിയുടെ പേരെന്താണ്, കാബൂൾ എന്നാണ് പേര്. അങ്ങനെ കാബൂളിൽ എന്ന നദി അവിടെ വന്ന് കയറുകയാണ്. ഇതിന് ശേഷം ഈ സിന്ധു ഒഴുകുന്ന എങ്ങോട്ടേക്കാണ്, സിന്ധു ഇവിടെ പാകിസ്ഥാനിലേക്കാണ് പ്രവേശിക്കുന്നത്. പാകിസ്ഥാനിൽ സിന്ധു പ്രവേശിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ചില്ലാർ എന്നാണ് പറയുന്ന പേര്. ഇപ്പം ദർദിസ്ഥാൻ എന്നൊരു സ്ഥലമുണ്ട്. ആ ദർദിസ്ഥാനിലൂടെ ചില്ലാറിലേക്ക് പ്രവേശിക്കുന്നു. ചില്ലാർ പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സിന്ധു നദി
പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ചില്ലാറിൽ വെച്ച് പ്രവേശിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചില്ലാറിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇത് പാകിസ്ഥാൻ്റെ സ്വന്തമാണ്. പിന്നെ അങ്ങനെ പാകിസ്ഥാനിലൂടെ ഒഴുകുമ്പോഴാണ് ഈ നദിയെ നമ്മൾ വിശേഷിപ്പിച്ചത് ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിച്ചു. മാത്രമല്ല, പാകിസ്ഥാനിലൂടെ ഒഴുകുമ്പോൾ പാകിസ്ഥാനിലുള്ളൊരു പ്രധാനപ്പെട്ട പർവ്വതനിരയുണ്ട്. ആ പർവ്വതനിരയുടെ പേരാണ് സുലൈമാൻ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ കട്ടനടിക്കുകയല്ല സുലൈമാനി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് സുലൈമാൻ റേഞ്ച് എന്ന് പറയുന്നതാണ്. ആ സുലൈമാൻ റേഞ്ചിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ചില പോഷക നദികൾ കൂടിയുണ്ട്. ആ പോഷക നദികളുടെ പേരാണ് ഖുറം, ടോച്ചി, ഗോമൾ, ശങ്കർ എന്നിവ. അപ്പോൾ ഖുറം, ടോച്ചി, ഗോമൾ, ശങ്കർ എന്നീ പോഷക നദികൾ സുലൈമാൻ റേഞ്ചിൽ നിന്ന് ഉത്ഭവിച്ച് സിന്ധുവിൻ്റെ കൂടെ അങ്ങ് കൂടുകയാണ്. അപ്പോൾ സിന്ധു കുറച്ചുകൂടി ജലസമ്പന്നമാവുകയാണ്. അങ്ങനെ ജലസമ്പന്നമായി സിന്ധു പാകിസ്ഥാനിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ കാർഷിക മേഖലയെയും വ്യാവസായിക മേഖലയും ടൂറിസം മേഖലയും എല്ലാം ഇങ്ങനെ പോഷിപ്പിക്കുന്നത് കൊണ്ട് ഈ നദി അറിയപ്പെട്ട പേരാണ് ലൈഫ് ലൈൻ ഓഫ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെട്ടു. അങ്ങനെ പാകിസ്ഥാനിലൂടെയും ഇന്ത്യയിലൂടെയും തിബറ്റിലൂടെയും ഒഴുകുന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെ 3 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഈ ആൻറ്റിസൈഡൻ്റ് നദി മൊത്തം ഒഴുകി എവിടെ ചെന്ന് കളയുന്നു? ഇത് അറബിക്കടലിലാണ് ഇതിൻ്റെ ജലവും ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങളും എല്ലാം കൊണ്ടുപോയിട്ട് കളയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇതിനെ പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ ആകെ ലെങ്ത് 2880 കിലോമീറ്ററാണ് ആകെ ഒഴുകുന്ന ദൂരമെന്ന് നമുക്കറിയാം. എങ്കിലും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം നോക്കിയാൽ വെറും 709 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. ബാക്കി എങ്ങനെ കൂടി ഒഴുകുന്നത്? ബാക്കി പാകിസ്ഥാനിലൂടെയും തിബറ്റിലൂടെയും ഒക്കെയാണ് ഒഴുകിപ്പോകുന്നത് നമുക്കറിയാം, അല്ലേ? അങ്ങനെ ഇത് പാകിസ്ഥാനിൽ ചെന്ന് ചേരുന്നു. നമ്മൾ ഇത്രയും പഠിച്ചത് സിന്ധുവിൻ്റെ ചില കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ സിന്ധു നദിയെ യഥാർത്ഥത്തിൽ ജലസമ്പുഷ്ടമാക്കുന്ന ചില നദികളുണ്ട്. അവയാണ് പഞ്ച നദികളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നദികൾ. സപ്തസിന്ധുവാന എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും, അല്ലെ? സപ്തസിന്ധുവാന എന്ന് പറയുന്ന മേഖല എന്തെന്ന് ചോദിച്ചാൽ, സിന്ധു എന്ന നദി, ആ നദി ഉൾപ്പെടെ 7 നദികൾ ചേർന്ന് സമ്പന്നമാക്കിയ ഒരു ഭൂപ്രദേശത്തിനെയാണ് നമ്മൾ സപ്തസിന്ധുവാന എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, സിന്ധു ഉണ്ട്, അല്ലെ? സരസ്വതി ഉണ്ട്, വിദാസ്തയുണ്ട്. വിദാസ്ത എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജലനദിയുടെ പേരാണ് വിദാസ്ത, അല്ലേ? അതേപോലെ ഒന്നുണ്ട്, അശക്കിനിയുണ്ട്. അശ്കിനി എന്ന് വെച്ചാൽ ചെനാബായിരുന്നു, അല്ലേ? ഐരാവതി, അതിൻ്റെ മറ്റൊരു പേര് കൂടിയുണ്ട്, പരുഷ്ണി എന്ന് വിളിക്കാറുണ്ട്. ഐരാവതിയെ പരുഷ്ണി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. അതാണ് രവി എന്ന് പറയുന്ന നദി, അല്ലേ? അടുത്തെന്തുണ്ട്? വിദാസ്ത ഉണ്ട്, അല്ലേ? ജലം വിദാസ്തയാണ്. അടുത്തെന്താണ്? വിപാസ എന്ന് പറഞ്ഞ നദിയുണ്ട്. വിപാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിയാസാണ്. പിന്നെ ശതദ്രു എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. അപ്പോൾ 7, 6, 5, 4, 3, 2, 1, അല്ലേ? ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ നോക്കിയാൽ ഈ 7 നദികൾ അതിനെയാണ് സപ്തസിന്ധുവാന എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ആര്യന്മാരൊക്കെ ആദ്യമായിട്ട് ആധിപത്യം ഉറപ്പിച്ചിരുന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് ഈ സപ്തസിന്ധുവാന മേഖലയാണ്. ആ സപ്തസിന്ധുവാന മേഖല 7 നദികൾ ചേർന്ന് സമ്പന്നമാക്കിയതായിരുന്നു. ആ സപ്തസിന്ധുവാന നദികളിൽ പെട്ടിരുന്ന 6 എണ്ണം ഇപ്പോഴും നമുക്ക് ദൃശ്യമാണ്. ഒരെണ്ണം ദൃശ്യമല്ല. അത് സരസ്വതി എന്ന് പറയുന്ന നദിയാണ്. അത് ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ സരസ്വതി നദി ഒഴുകിക്കൊണ്ടിരുന്ന പ്രദേശത്ത് ഇപ്പോൾ കാണപ്പെടുന്നൊരു നദിയുണ്ട്. അതും ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. അതിൻ്റെ പേരാണ് ഖഗർ എന്ന് പറയുന്നൊരു നദിയുണ്ട്. അത് ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമായിരിക്കുകയാണ് എന്ന് നമുക്ക് അറിയാം. കാര്യം ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നീരൊഴുക്ക് കുറഞ്ഞിട്ട് അത് മണ്ണിലേക്ക് ആണ്ടുപോകുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള നദികളെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേര് എഫിമെറൽ എന്ന് പേരിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി എഫിമെറൽ എന്ന് പേരിട്ടാണ് അത്തരത്തിലുള്ള നദികളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് സപ്തസിന്ധുവാനയുടെ ഭാഗമായിരുന്ന മറ്റ് 5 നദികളുണ്ടല്ലോ, പുണ്യനദികൾ. ആ 5 പുണ്യനദികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊരെണ്ണത്തിൻ്റെ പേര് ജലം എന്നാണ്, ജലം നദി എന്നാണ്. ഈ ജലം നദിയെ ഗ്രീക്കുകാർ അല്ലെങ്കിൽ ഗ്രീക്ക് സാഹിത്യകാരന്മാരും ഗ്രീക്ക് സൈനികന്മാരും ഒക്കെ വിശേഷിപ്പിച്ചിരുന്നൊരു പേരുണ്ട്. അതായിരുന്നു ഹൈഡസ്പാസ് എന്ന് പറയും. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. BC 326 ഒരു യുദ്ധം നടന്നു. ആ യുദ്ധം എന്ന് പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയും ഇന്ത്യൻ രാജാവായിരുന്ന പുരുഷോത്തമൻ എന്ന പോറസുമായിട്ട് നടന്ന യുദ്ധമായിരുന്നു. ജലം നദിക്കരയിൽ വെച്ച് നടന്ന ഈ യുദ്ധത്തിൽ അലക്സാണ്ടർ വിജയിച്ചു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധം അറിയപ്പെട്ട പേര് ഹൈഡസ്പാസ് യുദ്ധം എന്നാണ് അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ജലം നദിയെ ഗ്രീക്ക് സാഹിത്യകാരന്മാർ വിശേഷിപ്പിച്ച പേര് ഹൈഡസ്പാസ് എന്നായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഈ ജലം നദി എന്ന് പറയുന്നത് ഉത്ഭവിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് കാശ്മീരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കാശ്മീരിലുള്ള വെരിനാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഇതെന്ന് പറയുന്നത് ജലം നദി എന്ന് പറയുന്നത്. കാശ്മീരിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്ന് പറയുമ്പോൾ അതൊഴുകുന്നത് കാശ്മീരിലൂടെ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ശ്രീനഗർ, സമ്മർ ക്യാപിറ്റൽ ഓഫ്
കാശ്മീരാണ്. കാശ്മീരിൻ്റെ വേനൽക്കാല ഔദ്യോഗിക തലസ്ഥാനമാണ് ശ്രീനഗർ എന്നറിയപ്പെടുന്നത്. ഇത് ശ്രീനഗറിലൂടെ ഒഴുകുന്നു. കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിലൂടെ ഒഴുകുന്ന നദിയാണ് ഝലം. അങ്ങനെ ഒഴുകി വന്നിട്ട് ഇതൊരു തടാകത്തിൽ വന്നു ചേരുകയാണ്. ആ തടാകമാണ് ഝലം എന്ന് പറയുന്ന, അല്ലെ വൂളാർ എന്ന് പറയുന്ന തടാകം. അല്ലെ ഝലം നദി വന്ന് ചേരുന്ന തടാകത്തിൻ്റെ പേരാണ് വൂളാർ തടാകം. വൂളാർ തടാകത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരവ് നമുക്ക് ഝലം എന്ന് പറയുന്ന നദിയിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ ഝലം എന്ന നദിക്ക് ഒരുപാട് പോഷക നദികളുണ്ട്. അതിൽപ്പെട്ടൊരു പോഷക നദിയുടെ പേരാണ് കിഷൻ ഗംഗ എന്നാണ് പറയുന്നത്. കിഷൻ ഗംഗ. കാരണം രാംഗംഗ എന്ന് പറയുന്നൊരു നദി ഗംഗാ നദിയുടെ പോഷക നദിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ കിഷൻ ഗംഗ ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ സിന്ധുവിൻ്റെ പോഷക നദിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതല്ലെങ്കിൽ സിന്ധുവിൻ്റെ പോഷക നദിയായ ഝലം നദിയുടെ ഒരു ചെറിയ പോഷക നദിയായിട്ട് നമുക്ക് കിഷൻ ഗംഗയെ പറ്റി പറയുവാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ഒഴുകി വരുന്ന ഈ ഒരു ഝലം എന്ന് പറയുന്ന നദി, നമ്മുടെ ഹൈഡസ്പാസ് എന്ന് പറയുന്ന നദി, അതല്ലെങ്കിൽ നമ്മുടെ വിദാസ്ത എന്ന് പറയുന്ന നദി, ഈ നദി ചെന്ന് ചേരുന്നത് എവിടെയാണ്? സിന്ധുവിൽ നേരിട്ടല്ല ചെന്ന് ചേരുന്നത്. സിന്ധുവിൻ്റെ മറ്റൊരു പോഷക നദിയായിട്ടുള്ള ചെനാബിലേക്കാണ് ചെന്ന് ചേരുന്നത്. ചെനാബിൽ ചെന്ന് ചേരുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ ട്രിമ്മു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ ഝാങ് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. അപ്പോൾ ട്രിമ്മു എന്നൊരു സ്ഥലം, അവിടെ ഝാങ് എന്ന് പറയുന്ന മറ്റൊരു പ്രദേശം, അവിടെ വെച്ചാണ് ചേരുന്നത്. ഈ ട്രിമ്മു ആയാലും ഝാങ് ആയാലും അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലല്ല, അത് പാകിസ്ഥാനിലാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഝലവും ചിനാബും തമ്മിൽ ലയിച്ചു ചേരുന്നതും പിന്നെ ചെലാബ് എന്ന് പറയുന്ന നദിയുടെ ഭാഗമായിട്ട് ഈ ഝലം പോകുന്നതും. ഈ ചെനാബും ജലവും അടുത്തടുത്ത് വരാൻ നേരത്ത് രണ്ട് നദികളുടെ ഇടയിൽ ഒരു കരപ്രദേശം രൂപം കൊള്ളാറുണ്ട്. അങ്ങനെ കരപ്രദേശങ്ങൾ രൂപം കൊള്ളുന്നതിന്, രണ്ട് നദികൾക്കിടയിൽ രൂപം കൊള്ളുന്ന കരപ്രദേശം എന്ന് പറയുമ്പോൾ ഈ വെള്ളപ്പൊക്കക്കാലത്ത് നദികൾ കൊണ്ടുവരുന്ന അവസാദങ്ങളെല്ലാം അടിഞ്ഞുകൂടിയിട്ട് നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു ഭൂപ്രദേശമായിരിക്കും. അത്തരത്തിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ദോബുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. DOAB. അത്തരത്തിൽ ഝലമും ചെനാബും തമ്മിൽ ഒഴുകുന്ന ആ പ്രദേശത്തിനിടയ്ക്ക് ഒരു ദോബുണ്ട്. ആ ദോബിൻ്റെ പേരാണ് ഛജ് ദോബ് എന്നാണ് പറയുന്നത്. ഛജ് ദോബ് നമ്മൾ ഉത്തര മഹാസമതലം എന്ന് പറയുന്ന വീഡിയോ ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ നൽകിയിട്ടുള്ളതാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ദോബുകളെക്കുറിച്ച്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനെ പറ്റി പഠിപ്പിച്ചപ്പോൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ദോബുകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു, ഝലവും ചിനാബും തമ്മിൽ ചേരുന്നത് ആ പ്രദേശത്ത് ഒരു ദോബുണ്ട്. ആ ദോബെന്ന് വെച്ചാൽ കൃഷിക്ക് ഉപയുക്തമായ വളരെ ഫെർട്ടൈലായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഫലഭൂയിഷ്ടമായിട്ടുള്ള ആ പ്രദേശം അറിയപ്പെടുന്നവരാണ് ഛജ് ദോബ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ചെനാബ് എന്ന് പറയുന്ന അടുത്ത നദിയിലേക്കൊന്ന് കിടക്കാം. ചെനാബ്. ഈ ചെനാബ് ഗ്രീക്ക് ഹിസ്റ്റോറിയൻസ് എഴുതി വെച്ചിരിക്കുന്ന പേരെന്ന് വെച്ചാൽ എസസൈൻസ് എന്ന പേരിലാണ്, അല്ലേ? എസാസൈൻസ് എന്ന പേരിലാണ് ഗ്രീക്ക് ചരിത്രകാരന്മാർ ചെനാബ് എന്നുള്ള നദിയെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചെനാബ് പക്ഷേ അറിയപ്പെടുന്ന പേരെന്താണ്? അശക്കിനി അല്ലെങ്കിൽ അസ്കിനി എന്ന പേരിലാണ് നമ്മുടെ ഇന്ത്യൻ റെക്കോർഡ്സിൽ, പ്രത്യേകിച്ച് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത്. അല്ലെ, ഋഗ്വേദത്തിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദികളാണ് ഈ പറയുന്ന നദികളെന്ന് ഓർത്തുകൊള്ളുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറികളിൽ വെച്ച് ഏറ്റവും വലുത് എന്ന വിശേഷണത്തിന് അർഹത നേടിയിട്ടുള്ള നദിയാണ് ചെനാബ് എന്ന് പറയുന്ന നദി. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളിൽ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത്? ചെനാബ് എന്ന് പറയുന്നത്. ചെനാബിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയെന്ന് ചോദിച്ചാൽ 1180 നമ്മുടെ ജലത്തിൻ്റെ ലെങ്ത് എത്രയെന്ന് ചോദിച്ചാൽ അത് വെറും 724 കിലോമീറ്റർ. അപ്പോൾ ചെലം നദിയുടെ ലെങ്ത് 724 കിലോമീറ്ററും അതേപോലെ ചെനാബിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1180 ഇതിൻ്റെ പ്രത്യേകത. ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള നദി എന്നതാണ് ഈ പറയുന്ന ചെനാബിൻ്റെ വിശേഷണം എന്ന് പറയുന്നത്. എങ്കിൽ ഈ ചെനാബ് എവിടെ നിന്നുമാണ് ഉത്ഭവിക്കുന്നതെന്ന് നോക്കാം. അല്ല, ചെനാബ് ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ബാരാലാച്ച പാസ്, അല്ലെ? ബാരാലാച്ച പാസ് ഹിമാചൽ പ്രദേശിലെ ബാരാലാച്ച പാസ്, അല്ലെ ബാരാലാച്ച ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നമ്മുടെ ചെനാബ് എന്ന് പറയുന്നത്. ചെനാബ് എന്ന പേരിൽ അല്ല ഈ നദി ഉത്ഭവിക്കുന്നത്. രണ്ട് ചെറിയ പോഷക നദികൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ രണ്ട് ചെറിയ നദികൾ എന്ന രീതിയിൽ ഒഴുകി വന്നിട്ട് അതൊരുമിച്ച് ചേരുകയാണ്. അങ്ങനെ ചേരുന്ന നദിയാണ് ചെനാബായിട്ട് മാറ്റപ്പെടുന്നത്. അപ്പോൾ ചെനാബിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന രണ്ട് ചെറിയ കൈവഴികളായിട്ട് ഒഴുകുന്ന രണ്ട് നദികളുടെ പേര് ചന്ദ്ര എന്നും ഭാഗ എന്നുമാണ്. അങ്ങനെ ചന്ദ്ര എന്നും ഭാഗ എന്നും പറയുന്ന രണ്ട് ചെറിയ നദികൾ ഒരുമിച്ച് ചേർന്നിട്ട് ചന്ദ്രഭാഗ എന്ന പേരിൽ ഒഴുകുന്നു. അങ്ങനെ കുറച്ച് ദൂരം ഒഴുകി കഴിയുമ്പോഴാണ് ഇതിന് ചെനാബ് എന്ന് പറയുന്ന ഒരു പേര് ലഭിക്കുന്നത്. അങ്ങനെ ചെനാബ് എന്ന പേരിൽ 1180 കിലോമീറ്റർ ഒഴുകി കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യുകയാണ്? പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കും. പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഒഴുകി വരുന്ന മറ്റൊരു നദിയുമായിട്ട് ചെനാബ് ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ചെനാബ് മറ്റൊരു നദിയുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെന്നും ആ നദിയുടെ പേര് ഏതാണ്? സത്ലജാണ് എന്ന് നമ്മൾ അറിയിക്കുക. കുന്നുകളും മലകളുമെല്ലാം
താണ്ടി ഇറങ്ങി ഓടി ഈ പറയുന്ന നമ്മുടെ ചെനാബ് സമതലത്തിൽ പ്രവേശിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അഖനൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പാകിസ്ഥാനിലെ അഖനൂരിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ചെനാബ് എന്നുള്ള നദി എവിടെ പ്രവേശിക്കുന്നത്? സമതലത്തിൽ പ്രവേശിക്കുന്നത്. സമതലത്തിൽ പ്രവേശിച്ച് കുറേ ദൂരം മുന്നോട്ട് ഒഴുകി കഴിയുമ്പോൾ ഇത് ചെന്ന് സത്ലജ് എന്ന് പറയുന്ന മറ്റൊരു നദിയുമായിട്ട് കൂടിച്ചേരുകയാണ്. ഇതാണ് ചെനാബിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ചെനാബിൻ്റെ പേര് പഴയ കാലത്തെ പൗരാണിക കാലത്തെ പേര് നമുക്കറിയാം അശ്കിനി അല്ലെങ്കിൽ അശക്കിനി എന്നാണ് പേര്. ഗ്രീക്ക് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിരുന്നത് എസസൈൻസ് എന്ന പേരിലുമായിരുന്നു അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളിൽ മൂന്നാമത്തെ നദിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ആ മൂന്നാമത്തെ നദിയുടെ പേരെന്താണ്? അതിൻ്റെ പേരാണ് രവി എന്ന് പറയുന്നതാണ് ആ നദി അല്ലേ. രവി നദി അറിയാം നമുക്ക്. പരിഷ്ണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതാണ്, ഐരാവതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതാണ്. അപ്പോൾ ഐരാവതി എന്നും പരിഷ്ണി എന്നും അറിയപ്പെട്ടിരുന്ന ഈ നദിയെ നമ്മുടെ ഗ്രീക്ക് ഹിസ്റ്റോറിയൻസ് വിശേഷിപ്പിച്ചത് എന്ത് പേരിട്ടാണെന്ന് ചോദിച്ചാൽ അതിന് വിശേഷിപ്പിച്ചത് ഹൈഡ്രോറ്റീസ് എന്ന് പേരിട്ടുകൊണ്ടാണ്. അപ്പോൾ ഹൈഡ്രോറ്റീസ് എന്ന പേരിൽ ഗ്രീക്ക് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച നദിയാണ് രവി എന്ന് പറയുന്ന നദി. ലാഹോറിൻ്റെ നദി എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ രവി നദിയുടെ തീരത്താണ് ചരിത്ര പ്രസിദ്ധമായ ലാഹോർ പ്രഖ്യാപനം ഉണ്ടായത്. ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജിൻ്റെ പ്രഖ്യാപനം നടത്തിയത് രവി നദിയുടെ തീരത്ത് വെച്ചാണ്. ഇവിടെ വെച്ച് തന്നെയാണ് 1929 ഡിസംബർ മാസം 31 അർദ്ധരാത്രിക്ക് ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടി നടത്തിയതെന്നും ഓർത്തുകൊള്ളുക. ഭഗത് സിംഗിൻ്റെ മൃതശരീരം ബ്രിട്ടീഷുകാർ കൊത്തിനുറുക്കി കഷണങ്ങളാക്കി എറിഞ്ഞതും ഈ രവി നദിയിലായിരുന്നുവെന്നും മറക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ നോക്കുക അല്ലേ, ഈ രവി നദി എവിടെ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത് അല്ലേ. ഹിമാചൽ പ്രദേശിൽ നിന്നും ഉത്ഭവിക്കുന്നു. എവിടെയാണ്? ആ റോഹ്താങ് എന്ന് പറഞ്ഞൊരു പാസ്സുണ്ട് കുളു ഹിൽസിൽ നിന്നും അല്ലെ. കുളു ഹിൽസിലെ അല്ലെങ്കിൽ കുളു ഹിൽസിനടുത്തുള്ള റോഹ്താങ് പാസിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് രവി നദി. ഇത് രണ്ട് പ്രധാനപ്പെട്ട പർവ്വതങ്ങൾക്കിടയിലൂടെയാണ് ഒഴുകുന്നത്. രണ്ട് പ്രധാനപ്പെട്ട പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി അല്ലെങ്കിൽ റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന രവി നദി ഏതൊക്കെ പർവ്വതങ്ങൾക്കിടയിലൂടെയാണ് ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ ആ പർവ്വതങ്ങളുടെ പേരാണ് പീർപ്പഞ്ചൽ നിരകളും ദൗലാദർ നിരകളുമാണ്. അപ്പോൾ പീർപ്പഞ്ചൽ നിരകൾക്കിടയിലൂടെയും ദൗലാദർ നിരകൾക്കിടയിലൂടെയും ഒഴുകുന്ന നദിയാണ് രവി നദി എന്നുകൂടി നമ്മൾ ഓർത്തേക്കുക. ഈ രവി നദിയും പ്രവേശിക്കുന്നത് പാകിസ്ഥാനിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലാഹോറിൻ്റെ നദി എന്ന് പേരിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലേ. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന ഈ പറയുന്ന രവി നദി എവിടെയാണ് ചെന്ന് ചേരുന്നത്? പാകിസ്ഥാനിലാണ്. അമൃത്സറിൽ വെച്ചിട്ടാണ് ഇത് ചേരുന്നത് അല്ലേ. അമൃത്സറിൽ വെച്ചിട്ടാണ് ഇത് പാകിസ്ഥാനുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. നമുക്കറിയാം ഈ പറയുന്ന രവി നദിയുടെ ലെങ്തും 725 കിലോമീറ്ററാണ്. അങ്ങനെ 725 കിലോമീറ്റർ ഒഴുകുന്ന നദിയാണ് ഏത് നദി? രവി നദി എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത നദിയുടെ പേരെന്താണ്? ബിയാസ് എന്ന് പറയുന്ന നദിയാണ് അടുത്ത നദി. ബിയാസ്. എന്താണ് ബിയാസ് എന്ന നദിയുടെ പ്രത്യേകത അല്ലേ? ബിയാസിൻ്റെ പ്രത്യേകത ഇത് ഉത്ഭവിക്കുന്നത് ബിയാസ് കുണ്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നു അല്ലേ. ബിയാസിൻ്റെ പേരെന്താണ്? പൗരാണിക കാലത്തെ പേര് വിപാസ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ്. വിപാസ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ബിയാസ് ആണ്. ഇതിനെ ഗ്രീക്ക് പണ്ഡിതന്മാർ വിളിച്ചിരുന്ന പേരെന്താണ്? ഹൈഫസിസ് എന്ന് പേരിട്ട് വിശേഷിപ്പിച്ചിരുന്നത് അല്ലേ. ഹൈഫസിസ് എന്ന് പേരിട്ട് വിശേഷിപ്പിച്ചിരുന്ന വിപാസ എന്ന് പറയുന്ന നദി, ഈ നദി ഉത്ഭവിക്കുന്നത് ബിയാസ് കുണ്ടിൽ നിന്നാണ്. ബിയാസ് കുണ്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് റോഹ്താങ് പാസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ റോഹ്താങ് പാസിൽ ബിയാസ് കുണ്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി കുളു വാലിയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ കുളു വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരവും ഏതാണ്? നമ്മുടെ ബിയാസ് എന്ന് പറയുന്ന നദിയാണ്. അങ്ങനെ ഒഴുകുന്ന ഈ ബിയാസ് ഏത് നദിയിലാണ് ചെന്ന് ചേരുന്നത്? ഏതെങ്കിലും ഒരു വലിയ നദിയിൽ ചെന്ന് ചേരണ്ടേ? ആ വലിയ നദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. അങ്ങനെ സത്ലജ് എന്ന നദിയിൽ ചെന്നാണ് ബിയാസ് ചേരുന്നത്. ഇത് എവിടെയാണ് ചെന്ന് ചേരുന്നത്? സത്ലജിൽ ചെന്ന് ചേരുന്നു. അങ്ങനെ എവിടെ വെച്ചെന്ന് വെച്ചാൽ ഹരിക ബാരേജ് എന്നൊരു സ്ഥലമുണ്ട്. ആ ഹരിക ബാരേജിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ബിയാസ് ചെന്ന് സത്ലജ് എന്നുള്ള നദിയുടെ കരം പിടിക്കുന്നതെന്ന് ഓർത്തുകൊള്ളുക. ഈ ഇൻഡസിൻ്റെ പോഷക നദികളിൽ പ്രധാനപ്പെട്ട പോഷക നദികളിൽ ഏറ്റവും ചെറുതും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ബിയാസിനെയാണ്. ബിയാസ് വെറും 460 കിലോമീറ്റർ ദൂരം മാത്രമേ ബിയാസ് ഒഴുകുന്നുള്ളൂ എന്നും നമ്മൾ ഓർക്കുക അല്ലേ. ഇനി അടുത്ത മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കുക അല്ലേ. അടുത്ത മറ്റൊരു കാര്യം എന്താണ്? അത് സത്ലജ് എന്ന് പറയുന്ന നദിയെക്കുറിച്ചാണ് അല്ലേ. സത്ലജ്. അപ്പോൾ സത്ലജിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ. സത്ലജിൻ്റെ പ്രത്യേകത എന്താണ്? സത്ലജിൻ്റെ പ്രത്യേകത, സത്ലജ് ഒരു ആൻറ്റിസെഡൻ്റ് റിവർ എന്നാണ് പറയുന്നത്. കാരണം ഇത് മാനസ സരോവരത്തിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. മാനസ സരോവരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ആൻറ്റിസെഡൻ്റ് റിവറാണ് സത്ലജ്. സത്ലജിൻ്റെ പഴയകാലത്തെ പേര് നമുക്കറിയാമത് പരുഷ്ണി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അല്ല. വിദാസ്ത എന്ന പേരിലാണോ അറിയപ്പെട്ടിരുന്നത്? അല്ല. വിപാസ എന്ന പേരിലാണോ അറിയപ്പെട്ടിരുന്നത്? അല്ല.
പിന്നെ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? അതറിയപ്പെട്ടിരുന്ന പേര്, സത്ലജ് അറിയപ്പെട്ടിരുന്ന പേരാണ് ശതദ്രു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്, അല്ലേ? ശതദ്രു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് സത്ലജ് എന്നും ഇതിൻ്റെ ഗ്രീക്ക് പണ്ഡിതന്മാർ എഴുതപ്പെട്ടിരിക്കുന്ന, അല്ലെ ഗ്രീക്ക് പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്ന പേരെന്താണ്? ഹെസിഡ്രോസ് എന്നുമാണ്. അപ്പോൾ ഹെസിഡ്രോസ് എന്ന പേരിൽ ഗ്രീക്ക് ഭാഷകളിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് സത്ലജ് നദിയാണ്. ഇതൊരു ആൻറ്റിസെഡൻ്റ് റിവറാണ്. ആൻറ്റിസെഡൻ്റ് നദിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഹിമാലയം രൂപം കൊള്ളുന്നതിന് മുൻപുണ്ടായിരുന്നതും അതിപൗരാണികമായിരുന്നതും ഇന്ത്യക്ക് വെളിയിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള നദികളെയാണ് നമ്മൾ ആൻറ്റിസെഡൻ്റ് എന്ന വിശേഷണം കൊടുക്കുന്നത്. ഈ നദി ഉത്ഭവിക്കുന്നത് നമ്മുടെ സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനമായ മാനസ സരോവരത്തിൻ്റെ സമീപ പ്രദേശത്ത് നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. അവിടെ ഇതറിയപ്പെടുന്ന പേര് ലെങ്ചൻ ഖമ്പൻ എന്നാണ്. തിബറ്റിൽ ഇതറിയപ്പെടുന്ന പേര് ലെങ്ചൻ ഖമ്പൻ എന്നാണ്. എന്ന് വെച്ചാൽ ആനയുടെ ഹുങ്കാര ശബ്ദത്തിനോടാണ് ഇതിനെ താരതമ്യപ്പെടുത്തുന്നത്. ആനയുടെ തുമ്പിക്കരങ്ങളിൽ വെള്ളമെടുത്തുകൊണ്ട് ആന ഒരു ശബ്ദം ഉണ്ടാക്കുമല്ലോ, ഒരു ഹുങ്കാര ശബ്ദം ഉണ്ടാക്കത്തില്ലേ, അതേപോലൊരു ശബ്ദമാണ് ഈ നദി അവിടെ നിന്ന് ഉത്ഭവിച്ച് പുറത്തേക്ക് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ലെങ്ചൻ ഖമ്പൻ എന്നാണ് ഇത് തിബറ്റിൽ അറിയപ്പെടുന്നത്. സിന്ധു നദിക്ക് സമാന്തരമായിട്ട് ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതെന്ന് ചോദിച്ചാലും അതും ഈ പറയുന്ന സത്ലജ് എന്ന് പറയുന്ന നദിയാണ്. ഇത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഷിപ്കീല പാസിലൂടെയാണ് പ്രവേശിക്കുന്നത്. ഷിപ്കീല, ഹിമാചൽ പ്രദേശിലെ ഷിപ്കീല പാസിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് സത്ലജ് എന്ന് പറയുന്ന നദി. ഈ സത്ലജിന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന ധാരാളം പോഷക നദികളുണ്ടെങ്കിലും സ്പിതി എന്ന് പറയുന്നൊരു പോഷക നദിയുണ്ട്. സ്പിതി, പോഷക നദിയുടെ പേരാണ് സ്പിതി എന്നാണ് പറയുന്നത്. ആ സ്പിതി എന്ന് പറയുന്ന പോഷക നദിയാണ് ഇതിൻ്റെ മെയിൻ ട്രിബ്യൂട്ടറി ആയിട്ട് പറയപ്പെടുന്നത്. ഈ സത്ലജ് കൊണ്ടുവരുന്ന ജലമാണ് നമ്മുടെ ഒരു കനാൽ പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ഭക്രാനങ്കൽ കനാൽ പ്രൊജക്റ്റ്. ആ ഭക്രാനങ്കൽ കനാൽ പ്രൊജക്റ്റിലേക്ക് ഒഴുകിയെത്തുന്ന ജലമെന്ന് പറയുന്നത് ഈ പറയുന്ന സത്ലജ് കൊണ്ടുവരുന്ന ജലമാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിൽ ഒരുപാട് ദൂരം ഒരു ബൗണ്ടറി സൃഷ്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒഴുകുന്ന നദിയാണ് നമ്മുടെ സത്ലജ് നദി. ഈ നദി ഉത്ഭവം മുതൽ സിന്ധുവിൽ ചേരുന്നവർ ഏകദേശം ഒരു 1450 കിലോമീറ്റർ ഒഴുകുന്നുണ്ടെങ്കിലും വെറും 1050 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഇന്ത്യയിലൂടെ ഇത് ഒഴുകുന്നത് എന്നും കൂടി മനസ്സിലാക്കിയേക്കുക. ഇതാണ് നമ്മുടെ ഏത് നദി? ഈ പറയുന്ന സത്ലജ് എന്ന് പറയുന്ന നദിയെന്ന് നമ്മൾ ഓർത്തേക്കുക. ഈ സതെല്ലാം ആരുടെ പോഷക നദിയാണ്? സിന്ധുവിൻ്റെ പോഷക നദിയാണ്. അപ്പോൾ സിന്ധു എന്നുള്ള വലിയ നദി ഇങ്ങനെ കൂടി ഒഴുകി വരുമ്പോൾ ഈ നദിയിലേക്ക് ആദ്യം വന്ന് ചേരുന്നത് ഏതാണെന്നറിയാവോ? ഇവൻ്റെ പേരാണ് ഝലം എന്നാണ് പറയുന്നത്. ജലം ഒഴുകി നേരെ വരുന്നു. ജലം ഒഴുകി വരുമ്പോൾ മറ്റൊരു നദിയിലേക്ക് ചെന്ന് ചേരുന്നത് ആ മറ്റൊരു നദിയുടെ പേരാണ് ചെനാബ് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെലവും ചെനാബും കൂടി ഒഴുകി വന്ന് മുന്നോട്ട് വരാൻ നേരത്ത് ഇതിലേക്ക് മറ്റൊരാൾ കൂടി വന്ന് ചേരുകയാണ്, ചെനാബിലേക്ക്. ആ നദിയുടെ പേരാണ് രവി എന്ന് പറയുന്നു. അങ്ങനെ രവിയും ചെനാബും ജലവും കൂടി ഒറ്റക്കെട്ടായിട്ടാണ് പോരുന്നത്, അല്ലെ? ജലത്തിൻ്റെയും ചെനാബിൻ്റെ ഇടയിലുള്ള ഭൂപ്രദേശത്ത് നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? ഛജ്ദോബ് എന്ന് വിളിച്ചു. ഇനിയോ ചെനാബിൻ്റെയും രവിയുടെയും ഇടയിലൊരു ദോബുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന ഒരു രചനാദോബ് എന്നാണ് വിളിക്കുന്നത്. ഇതായി ഇപ്പോൾ അതാണ് അടുത്ത ബിയാസ് എന്ന് പറഞ്ഞൊരു നദിയാണ് രവിയുടെ പറ്റേ കിടക്കുന്നത്. അപ്പോൾ ബിയാസിൻ്റെയും രവിയുടെയും ഇടയിലുള്ള ഈ പ്രദേശത്ത് നമ്മൾ വിളിക്കുന്നത് ബരീദോബ് എന്നാണ് വിളിക്കുന്നത്. ബരീദോബ്, കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. ഈ ഹിമാലയൻ പോഷക നദികളിൽ പ്രധാനപ്പെട്ട പോഷക നദികളിൽ, അല്ലേ, സിന്ധുവിൻ്റെ പോഷക നദികളുടെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നദിയിലെ ജലം പങ്കുവയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ ധാരണയൊക്കെ ഉണ്ട്, കേട്ടോ. ഈ പറയുന്ന ഈ 5 പോഷക നദികളും സിന്ധു ഉൾപ്പെടെ 6 എണ്ണം ഉണ്ടല്ലോ. ഈ 6 എണ്ണം ഇന്ത്യയും പാകിസ്ഥാനും കൂടി പങ്കുവച്ചിരിക്കുകയാണ്. അതായത് 1960 സെപ്റ്റംബർ 19 എന്നാണ് ഓർമ്മ, കേട്ടോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിട്ടേക്കണം. 1960 സെപ്റ്റംബർ 19 വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ, കാരണം 2 കൂട്ടരും അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മധ്യസ്ഥൻ്റെ പ്രത്യേകത ഉണ്ട്. 2 കൂട്ടർക്കും വായ്പ കൊടുക്കുന്നതിനാണ് വേൾഡ് ബാങ്കാണ്. അതുകൊണ്ട് വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ 1960 സെപ്റ്റംബർ മാസം 19 ഒരു ധാരണയെടുത്തു. ഈ പറയുന്ന സിന്ധുവിൻ്റെയും പോഷക നദികളിലെയും ജലം എങ്ങനെ ഉപയോഗിക്കണം, ആരെല്ലാം ഉപയോഗിക്കണം, എത്ര വീതം ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച്, അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? ഈ 3 നദികൾ CJI എന്ന് വെച്ചാൽ നമ്മൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നാണ് പറയാറ്. പക്ഷേ ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു? ചെനാബ്, ജലം, ഇൻഡസ്. ചെനാബിനെയും ജലത്തിനെയും ഇൻഡസിനെയും ആർക്ക് വിട്ടുകൊടുത്തു? പാകിസ്ഥാൻ അങ്ങ് വിട്ടുകൊടുത്തു, പാക്. അതേപോലെ രവി, ബിയാസ്, സത്ലജ്, RBS ആർക്ക് കിട്ടി? ഇന്ത്യക്ക് കിട്ടി. RBS ഇന്ത്യക്കും കിട്ടി. ഈ കരാറ് ഒപ്പിട്ടത് 1960 ഇത് ആരെല്ലാമാണ് ഒപ്പുവെച്ചെന്ന് ചോദിക്കുക, അല്ലേ? പാകിസ്ഥാന് വേണ്ടിയിട്ട് അയൂബ് ഖാനാണ് ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ കാര്യം ചോദിച്ചാൽ 1960 ആയതുമ്പോൾ നമുക്ക് തണ്ണം പൊട്ടി പറയാൻ പറ്റുന്നത് ജവഹർലാൽ നെഹ്റു ആയിരിക്കും ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന് വേണ്ടിയിട്ട് കേണൽ അയൂബ് ഖാനും ഒപ്പുവെച്ച ആ ഒരു ഉടമ്പടിയാണ് ഇൻഡസ് റിവർ വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യമെന്ന് പറയുന്നത് ഏതാണ്? നദികളെക്കുറിച്ചുള്ള കാര്യമാണ്.
ഹിമാലയൻ നദികളിൽ പരമപ്രധാനമായ നദിയായിട്ടുള്ള സിന്ധുവിനെ കുറിച്ച് പഠിച്ചു, സിന്ധുവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിച്ചു, സിന്ധുവിൻ്റെ പോഷക നദികളെക്കുറിച്ച് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.